ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് കാറിൽ ഇരുന്നിട്ട് മറ്റേ കാറിൽ നിന്ന് വീഡിയോ എടുക്കണ ആരായിരുന്നു? സീക്രട്ട് ഏജന്റിന്റെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഇതിനകത്ത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ കസിൻസ് എല്ലാരും കൂടെ പുറത്തു പോകുന്നത് സിനിമ കാണാൻ. ഏത് സിനിമ അതാണ് സിനിമയുടെ പേര് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കും. അതായത് നമ്മള് കാറിൽ വന്ന റിവ്യൂ പറയും ഗൈസ്. അതെ കാറിൽ വന്ന് നമ്മൾ സിനിമയുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ ഇപ്പൊ പോയത്? അതേപോലെ പോണ്ടില്ല. അപ്പൊ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഗൈസ്, നമ്മൾ ഫോറം തുറന്നതേ ഉള്ളു. അപ്പൊ തന്നെ എത്തി. എത്ര മണി കിട്ടും? 9:15 ഫോറം വരെ കട അത് തുറന്നിട്ടൊന്നുമില്ല. നമ്മ രാവിലെ തന്നെ കൃത്യനിഷ്ഠത വലിച്ച സിനിമ കാണാൻ വന്ന് സെവനോടൊപ്പം വീഡിയോ എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഞാൻ മരിക്കും. ദൈവമേ ഗൈസ്, ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. പക്ഷെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. മെലിഞ്ഞതാണ്, അതുകൊണ്ട് ഇങ്ങനത്തത് ഞാൻ ഇടാറില്ല. പിന്നെ സെവനോടെ ഡ്രസ്സാണ്, അതുകൊണ്ട് പിന്നെ ഇടണമല്ലോ. ചേച്ചി നല്ല ഡ്രസ്സുള്ളപ്പാ. എനിക്ക് സ്വന്തം ഡ്രസ്സ് ഇടാൻ തോന്നാറില്ല. എല്ലാരും ഈ ബാക്കിലൊരു ചേച്ചിയുടെ സാരിയൊക്കെ തുറന്നിട്ടില്ല. നോക്കി അടച്ചിട്ടേക്ക്. പടം കണ്ടിറങ്ങുമ്പോഴേക്കും എല്ലാം തുറക്കും. മൂവി രാവിലെ ചെയ്യാൻ പറ്റും. ഏറെ കാണാൻ പറഞ്ഞ് നമുക്ക് ഉണ്ടോട്ടും. എന്തോ സിദ്ധു അജയന്റെ രണ്ടാം മോഷണം. സിദ്ധുവിന് പേര് ഫുള്ള് പറഞ്ഞില്ലെങ്കിൽ എവിടെയാണ് ഗൈസ് തിയേറ്റർ? ഫോറും കാണിച്ചു. ഗൈസ് പോകും. സിദ്ധു ഒരു പാട്ട് പാടി. സിദ്ധു സപ്പൂരിട്ട ഗ്ലാസ് നിങ്ങൾ കാണും. ഞങ്ങൾക്കൊക്കെ അപ്പൊ ഇന്നലെ എത്ര മണിക്ക് എത്തിയത്? ബസ് മിസ്സായി. എന്നിട്ട് ഞാൻ ട്രെയിൻ കയറിയാണ് വന്നത്. ഇവിടേക്ക് 4 മണിക്കാണ്. എന്നിട്ട് സിനിമക്ക് വേണ്ടി നേരത്തെ വേണ്ടി മാത്രം ബുക്ക് ചെയ്ത നിങ്ങളുടെ കൂടെ സ്പെഷ്യൽ കണ്ടോ? നമ്മൾ സിനിമയിൽ ഇറങ്ങിയ ഗൈസ്. നമ്മളിപ്പോൾ അച്ഛനും ദീദിക്കും വേണ്ടി അതെ നമ്മ കാറിൽ ഇരുന്ന് സിനിമയുടെ റിവ്യൂ പറയുള്ളൂ. നമ്മള് സെവനൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? റിവ്യൂ പിന്നെ 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 കൂടുതലൊന്നും പറയരുത്. പിന്നെ നമ്മ അപ്പൂന്റെ കണ്ണൊക്കെ കണ്ടു. ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്ന് മര്യാദക്ക് ഉറങ്ങാനായിട്ട് പാവം സിനിമ കാണാൻ വേണ്ടി നേരത്തെ സ്വയറിന് ചളി വരെ സ്വയറിന് ചെയ്യും. അതാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത. ഒരുപാട് പേര് സെറ്റ് സാരിയെ കൊടുത്താണ് വന്നത്. അവിടെ 2-3 ആന്റിമാര് സെറ്റ് സാരി. ഇന്ന് കുറെ പേര് മുണ്ടും സെറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. സിദ്ധുവിന് എന്താണ് കിട്ടിയത്?
കിട്ടിയതല്ലോ അച്ഛൻ്റെ ഗായ്സ് നമ്മള് പിള്ളേര് കളിക്കണ സെക്ഷനിൽ കയറിയിട്ട് നിങ്ങൾ ഇത് കാണുന്നത് ഇവിടെ കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഗായ്സ് നിങ്ങളിത് കാണുക, പ്രോ പ്ലേയേഴ്സ് ആണെന്നാണ് പറയണത്. ഓ പിന്നെ പ്രോ ഈ കടയിൽ നിന്ന് മിക്കവാറും വരെ നമ്മൾ ഇറക്കി വിടുന്നതായിരിക്കും. ഗായ്സ് ദൃശ്യാഭിനയ്ക്കും ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഓടിക്കണമെന്നൊന്നും ഒരിതില്ല. ആ ബാൻഡ് സെറ്റ് തുടങ്ങും. ആ സിദ്ധു ഇവിടെ സാക്സോഫോൺ വായിക്കും. പാട്ട് സെക്ഷൻ കഴിഞ്ഞു ഗൈസ്. അശോടെ നിശബിനൊക്കെ എന്താ വേണ്ടത് പറ. 20 സെക്കൻഡിൽ പറഞ്ഞാ മേടിച്ചരാം. അയ്യോ 1 2 3 4 5 6 7 8 4 10 11 12 13 14 15 16 18 19 20. ഗായ്സ് നമ്മൾ ഇങ്ങനത്തെ കടയിൽ കയറുമ്പോഴാണ് നമ്മുടെ ഇന്നർ ചൈൽഡിനെ പുറത്തേക്ക് എടുക്കണം കാണും. എന്തിലുള്ള എന്റെ മെലിഞ്ഞത് റേസ്. അതെ റേസ് ഓടി എല്ലാരും നീ പോന്നു. പട്ടിക്കുട്ടനെ അവന് ഇഷ്ടപ്പെട്ടു അച്ചോടാ. നിനക്ക് എന്നെയാണോ ഇഷ്ടപ്പെട്ടത്? ദൃശ്യാഭിനോയ് എന്ത് സാധനമായിരുന്നു? ആ ഇത് രണ്ടും കളിച്ചിട്ട് എനിക്ക് ആ പാവേനെ സെറ്റ്. പരാജയം. ആ ലാസ്റ്റ് വൺ ഞാൻ കണ്ടെടുത്ത തിരിച്ചു നോക്കാം. ഗായ്സ് നമ്മുടെ ഫാമിലിയിൽ ഒരു അറിയാണ്ട് പോയ കലാകാരനാണ്. പാട്ട് പാടും, അപ്പൊ ഇതും വായിക്കും. ഇനി അടുത്ത എന്തൊക്കെ കഴിവുണ്ട് സിദ്ധു ഞങ്ങൾ അറിയില്ലാത്ത? ഗായ്സ് നമ്മൾ ഇനി സിനിമയുടെ റിവ്യൂ പറയുന്നതായിരിക്കും. പറയൂ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ടോവിനോനെ കാണാൻ സുന്ദരനാണ്. മണിയനായിട്ട് വന്നാൽ പോലും സുന്ദരനാണ് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. അതെ, മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റത്തെ ടോവിനോന്റെ ഇൻട്രോ സീനിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ടോവിനോ വന്നത് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അപ്പൊ തന്നെ കൈയടിച്ചു. ഈ ഇവിടുത്തെ PVR-ലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വൈബ് കിട്ടൂല പടത്തിന്റെ. പടം നന്നായിട്ടിരുന്ന് കാണാൻ പറ്റിയെങ്കിൽ ഒരു മറ്റേ കൈയടി അതൊന്നും ഇല്ലാണ്ട് സെറ്റപ്പില്ല. കഷ്ടപ്പെട്ടിട്ടതാണ് കാണിച്ചു സ്വയം
പറഞ്ഞില്ല. എന്നാ ഞാൻ കുറവുകൾ പറയാം. എന്ത് സാധനം? കുറവ്. ഭവ്യ നിന്നെ ജയിലാക്കൂട്ടോ. ഇത് കഴുത്തിന് കത്തിയൊക്കെ ഇട്ട് മയ കുറഞ്ഞു. ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് പഴയ പോലെ തോന്നി ചിലതൊക്കെ. പക്ഷെ നല്ല ഗ്രാഫിക്സ് ഉണ്ട്, തുടക്കമൊക്കെ നല്ല ഗ്രാഫിക്സ് ആയിരുന്നു. അതേപോലെ തന്നെ 3Dയുടെ ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് ഷോക്കായിട്ട് തോന്നി. അത് എനിക്കും തോന്നി, ശരിയാണ്. പ്രത്യേകിച്ച് ആ ഇന്റർവെല്ലിന് ആ ഒരു വെള്ളം പൊങ്ങണൊരു വെള്ളം പൊങ്ങണല്ല, ഒരു വെള്ളത്തിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോഴെനിക്ക് തോന്നി ഭയങ്കര ഇന്റർവെല്ല് മറ്റേ വെടിയുണ്ട ഇന്റർവെല്ലിൽ കൂടെ പോണ ഷോട്ടില്ലേ, അതൊക്കെ പടം പിടിച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പോലെയൊക്കെ തോന്നി. ആ ഒരു കുറവേ ഉള്ളൂ. പിന്നെ ഈ മോഹൻലാലിന്റെ ഇതെന്താ മനസ്സിലായില്ല. അതിന് സെക്കൻഡ് പാർട്ടിലേക്ക് ഉള്ളതായിരിക്കും ചിലപ്പോ. മോഹൻലാൽ എന്താണ് എന്താ പറയണത്? സ്പോയിലറായി കേട്ടോ അത്. പക്ഷെ മമ്മൂട്ടിയുടെ നമ്മ പറഞ്ഞില്ല. പിന്നെ പൃഥ്വിരാജ് ഉണ്ടായെന്നൊന്നും പറഞ്ഞില്ലല്ലോ, കുഴപ്പമില്ല. എഴുതി കാണിക്കില്ല ആദ്യം പൃഥ്വിരാജ്. അയ്യോ, നിങ്ങൾ പിന്നെ പിന്നെ പറയുന്നു. സോറി ഗൈസ്. ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഡിഷ് വന്നിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞോടുക്കും. കോഴി കുഞ്ഞിപ്പൊരി. കോഴി കുഞ്ഞിപ്പൊരി. അവർക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. നമ്മളെ പേര് നോക്കിയില്ല, അതുകൊണ്ട് തീറ്റയാണ് ഓർഡർ ചെയ്തത്. ഫിഷ് മാംഗോ കറി. ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിനി സിദ്ധു നമുക്ക് ഡെസേർട്ട്സ് വെച്ചിട്ട് എന്നാണ് പറഞ്ഞേക്കണേ. ചോക്ലേറ്റ് കേക്ക്. അതെ, കിസ്സാ കഫേയിൽ പോണേന് നമ്മൾ. സെബിനോട് വയറൊക്കെ നന്നു ഗൈസ് ഫുഡ് കഴിച്ചിട്ട്. അതെ, മൊത്തം ഇപ്പൊ തന്നെ വയറ്റിലൊക്കെ പിടിച്ചിട്ടിരിക്കണേ. കുറച്ച് സ്ഥലം ഉണ്ടാക്കണേ കേക്കിന് വേണ്ടി. സ്ഥലമുണ്ടോ? സിദ്ധുവിന്റെ വക ചെലവായോണ്ടിട്ട് നമ്മള് ഡെസേർട്ട് ഡെസേർട്ട് കഴിക്കാൻ പോവാം. ഗൈസ്, അമ്മ കിസ്സാ കഫേയിലെത്തിയിട്ടുണ്ട്. നമ്മൾ സിദ്ധുണ്ട്, അപ്പുണ്ട്, ബബിയുണ്ട്, അനുഷ്കയുണ്ട്, ദൃശ്യം അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ദീദിയുണ്ട്, അച്ചുണ്ട്. നമുക്ക് കേക്ക് തിന്നാം ഗൈസ്. സച്ചുക്കുട്ടൻ ടൈപ്രൈറ്ററിന് പിയാനോ ഒക്കെ ഇട്ടുണ്ട് ഇപ്പം. You look from the other side. നമ്മൾ കിസ്സാ കഫേന്ന് കഴിച്ചിട്ട് കൊച്ചിയിലാണ് ഇതുള്ളത്. ഞാൻ വ്ളോഗ് എൻ്റെ ചെയ്യാണ് ഇന്നത്തെ. സിദ്ധു ബൈ പറ.